ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് വെള്ളാപ്പത്തിൻ്റെ റെസിപ്പി വന്നിട്ട് കാണിക്കുന്നത്. ഞാൻ ചെയ്യുന്നൊരു രീതി വന്നിട്ട് ഞാൻ കാണിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഞാൻ ഈ പറയുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. ഇതിൽ ഈസ്റ്റ് വേണ്ട, അതുപോലെ തന്നെ സോഡാ പൊടി, അതുപോലെ തന്നെ നമ്മളിപ്പം കപ്പി കാച്ചി ഒന്നും ചെയ്യണ്ട കേട്ടോ. ഒന്നുമില്ലാതെ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു വെള്ളാപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റിയ. അപ്പോൾ ഇത് റേഷൻ കടയിലത്തെ പച്ചരി വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ ഇപ്പം കാണിച്ച ഗ്ലാസ്സിന് 2 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തത്. അപ്പം നിങ്ങൾ അളക്കുന്ന സമയത്ത് ഏത് പാത്രമാണോ എടുക്കുന്നത് അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ, 2 ഗ്ലാസ്. അപ്പോൾ ഇത് നല്ലോണം ഞാൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് കുതിർത്ത് വെക്കണം. ഞാനിപ്പോൾ ഒരു 3 മണിക്ക്, വൈകുന്നേരം 3 മണിക്ക് അങ്ങനെ കുതിർത്ത് വെച്ചിട്ട് വൈകിട്ട് 6 മണിക്കാണ് കേട്ടോ അത് ചെയ്തെടുക്കുന്നത്. പച്ചരി നല്ലോണം തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഞാനിപ്പോൾ ഒരു അരമുറി തേങ്ങ എന്നിട്ട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങളെ കയ്യിൽ ഇളയ തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളെ വെള്ളാപ്പത്തിന് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് വേണ്ടത് ചോറാണ്. ചോറ് ഏത് ടൈപ്പ് ചോറായാലും കുഴപ്പമില്ല. ആ ഒരു ഗ്ലാസ്സിൽ തന്നെ നമ്മൾ പരി അളന്നിക്കില്ലേ, ആ ഒരു ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് അളവിൽ ചോറ് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ കുത്തി നിറയ്ക്കാൻ പാടില്ല കേട്ടോ ചോറ്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് തേങ്ങാവെള്ളം എടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങാവെള്ളത്തിലേക്ക്. തേങ്ങാവെള്ളം കുറച്ചധികം തന്നെ ഉണ്ട്, 1 ഗ്ലാസ് അളവിലുണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല, എത്ര തേങ്ങാവെള്ളം നിങ്ങൾക്ക് കിട്ടുന്നത് വെച്ചാൽ അതെടുത്താൽ മതി. അപ്പോൾ ഇത് കുറച്ചധികം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ തേങ്ങൻ്റെ വെള്ളം. അപ്പോൾ ഞാനത് മുഴുവനായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതൊന്ന് നമുക്ക് കൈ വെച്ചിട്ട് നല്ലോണം തന്നെ കുഴച്ചെടുക്കണം. നല്ലോണം തന്നെ പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം. ആ ഒരു തേങ്ങാ വെള്ളം കൂടി മിക്സാക്കിയിട്ട് ഞാനൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി കുറേശ്ശെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുക്കുന്നേരം ശ്രദ്ധിക്കുക, അത് മുങ്ങി നിൽക്കാനുള്ള പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ, കൂടുതൽ വേണമെന്നില്ല. അപ്പോൾ ഇതാ നല്ലോണം തന്നെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ബബിൾസ് വരണം കേട്ടോ, നമ്മൾ അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ബബിൾസ് പോലെ കാണാം. അപ്പോൾ അത് കറക്റ്റ് ഭാഗമാണ്. ഇനി ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതും കൂടി ഞാൻ ഇതേപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. പാകത്തിലുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഒട്ടും തന്നെ തരി ഉണ്ടാവാൻ പാടില്ല. നമ്മളിങ്ങനെ കൈ കൊണ്ട് ആക്കി നോക്കുന്ന സമയത്ത് ഒട്ടും തന്നെ തരി ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ ബബിൾസ് പോലെ വരണേ, എന്നാലാണ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുക. ഇതാ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഞാൻ ഈ ഒരു കയ്യിലുകൊണ്ട് ഇതേപോലെ മുക്കി ഒഴിക്കുന്ന സമയത്ത് നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ ഒഴുകണം കേട്ടോ. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. അപ്പോൾ ഇത് നമുക്കൊന്ന് മൂടി വെക്കാം. ഓവൻ ഉണ്ടെങ്കിൽ ഓവൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്താൽ മതി, ചൂടാക്കണ്ട കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ചോറ് വെന്ത അടുപ്പില്ലേ, അതിൻ്റെ ഉച്ചക്കത്തെ ഒരു ചൂടുണ്ടാവില്ല, അവിടെ വെച്ച് കൊടുത്താലും പെട്ടെന്ന് തന്നെ പൊങ്ങി വരും കേട്ടോ. പിന്നെ ഇത് ഞാൻ അധികം പൊങ്ങിയിക്കില്ല അതിന് കേട്ടോ, അത് കണ്ടാൽ തന്നെ അങ്ങ് മനസ്സിലാവും. അപ്പോൾ ഇതാ ഞാനിത് എടുത്തിട്ട് കാണിച്ചു തരാം എങ്ങനെ ഉണ്ട്. ഇതിപ്പോൾ രാവിലെ എടുത്തതാണ്. ഇത് അധികം പൊങ്ങിയിക്കില്ല, കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. എന്നാലും എൻ്റെ അപ്പം അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെയാണ് നമുക്ക് കിട്ടിയത് മാവ്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചുട്ടെടുക്കാം.
അപ്പോൾ ഇതാ നമ്മളെ അടിപൊളി വെള്ളാപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്, നല്ല സോഫ്റ്റാണ് കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം എഴുതി അറിയിക്കാൻ മറന്നു വെറുതെ. നമ്മളെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു അല്ലേ. അപ്പോൾ അടുത്തതും കൂടി ഞാൻ മുഴുവനായിട്ട് ചുട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മളെ പഞ്ഞ് പോലത്തെ വെള്ളാപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു വെറുതെ. ഇനി അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോയുമായി കാണാം കേട്ടോ.